പശ്ചിമേഷ്യയിൽ അന്തരീക്ഷം കലുഷിതമായി തുടരുകയാണ്. യുദ്ധം രൂക്ഷമായ അവസ്ഥയിലാണ്. ഒരുപാട് നിരപരാധികൾ ഗസയിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഈ ആതുര സേവനത്തിനായിട്ട് അവിടേക്ക് പോയ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ എസ് സന്തോഷ് കുമാർ. അദ്ദേഹം നേരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടായി പ്രവർത്തിച്ച ആളാണ്. കോവിഡ് കാലത്ത് അദ്ദേഹം ഒരു സംഘം വിദഗ്ധരായ ഡോക്ടേഴ്സും പാരാമെഡിക്കൽ സ്റ്റാഫും നഴ്സസുമായിട്ട് മുംബൈയിലേക്ക് കോവിഡ് കത്തിയുന്ന കാലത്ത് യാത്ര ചെയ്ത ആളാണ്. ഇപ്പോൾ അദ്ദേഹം ആതുര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് കുറേ ദിവസങ്ങളായി ഗസയിലുണ്ടായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഗസയിലെ യഥാർത്ഥ അവസ്ഥയെന്ന് നമുക്കറിയാൻ അവിടെ പോയി നേരിട്ട് അനുഭവപ്പെട്ട ഡോക്ടർ സന്തോഷ് കുമാറിനോട് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ സന്തോഷ് കുമാർ. താങ്കളുടെ യാത്രയൊക്കെ സുഖമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടറെ, ഇപ്പോൾ ഗസയിലെ അവസ്ഥ എന്താണ്? ഗസയിലെ അവസ്ഥ വളരെ ദുരിതം നിറഞ്ഞൊരു അവസ്ഥയാണ്. ഇപ്പോൾ ഗസ സ്ട്രിപ്പ് എന്നാണ് നമ്മളത് എപ്പോഴും പറയുന്നത്. ഒരു നീണ്ട ഒരു തുണ്ട് 47 കിലോമീറ്റർ നീണ്ട ഒരു തുണ്ട് ഭൂമിയാണ്. അതിനെ നമ്മൾ മൂന്നായിട്ട് ആണ് അതിനെ പകുത്തിരിക്കുന്നത്. അവർ നോർത്ത് ഗസ, മിഡിൽ ഗസ, സൗത്ത് ഗസ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം യുദ്ധം തുടങ്ങിയത് നോർത്ത് ഗസയിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും യുദ്ധം തുടങ്ങുമ്പോൾ ആൾക്കാരെല്ലാം അവിടെ നിന്ന് പലായനം ചെയ്യുമല്ലോ. അങ്ങനെ അവരെല്ലാവരും കൂടെ നോർത്ത് ഗസയിലുള്ളവരെല്ലാവരും കൂടെ മിഡിൽ ഗസയിലേക്ക് വന്നിരിക്കുകയാണ്. മിഡിൽ ഗസ വന്നപ്പോൾ ഇടയ്ക്ക് ഒരാഴ്ചത്തെ ഒരു വെടിനിർത്തലുണ്ടായിരുന്നു. ആ വെടിനിർത്തൽ കഴിഞ്ഞപ്പോഴേക്കും ഈ നോർത്ത് ഗസ കഴിഞ്ഞിട്ട് ഇസ്രയേൽ വീണ്ടും മിഡിൽ ഗസയിലേക്ക് ബോംബിങ് വ്യാപിപ്പിച്ചു. അതോടുകൂടി ആൾക്കാരെല്ലാം അവിടെ നിന്ന് വീണ്ടും പലായനം ചെയ്ത് ഈ പറയുന്ന സൗത്ത് ഗസ എന്ന് പറയുന്ന ഒരു 15 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു സ്ഥലം, അവിടെ ഒരു 2.2 മില്യൺ ആൾക്കാരാണ് അവിടെ ഉള്ളത്. റഫ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. റഫയിലേക്ക് എല്ലാവരും കൂടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അവിടെയാണെങ്കിൽ അതിനിപ്പുറത്തുള്ള ഈജിപ്തിലേക്കുള്ള വഴിയൊന്നുമില്ല. ഇപ്പുറത്താണെങ്കിൽ ഇസ്രായേൽ, അപ്പുറത്തെ കടലും. അങ്ങനെ ഒരു ലോക്ക്ഡ് ആകപ്പെട്ട ഒരു ഭൂഭാഗത്തിൽ അങ്ങനെ അടച്ചിടപ്പെട്ട ഒരു ജനതയായിട്ട് 2.2 മില്യൺ ആൾക്കാർ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് വേണ്ട ഭക്ഷണമില്ല, അവർക്ക് വേണ്ട വെള്ളമില്ല, അവന് വേണ്ട മരുന്നുകളില്ല, ഇന്ധനമില്ല, അങ്ങനെ ഈ ആശുപത്രി നടത്താനായിട്ട് പറ്റുന്നില്ല. അതിന് മുകളിലാണ് ഇടയ്ക്കിടയ്ക്കുള്ള അതിഭയങ്കരമായ ബോംബിങ്ങും. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഇത് വളരെ നേരിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. ആശുപത്രിയിലൊക്കെ നിൽക്കുമ്പോൾ ആശുപത്രിയുടെ ഒരു 500 മീറ്റർ മുതൽ 1 കിലോമീറ്ററിനപ്പുറം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ബോംബിങ് നടക്കുന്നുണ്ട്. അത് ഈ ഡ്രോണുകൾ ഇങ്ങനെ വളരെ മുകളിലേക്ക് പറന്ന് നിൽക്കുകയും എവിടെയാണ് ബോംബ് ചെയ്യേണ്ടതെന്ന് ലൊക്കേറ്റ് ചെയ്യുകയും അത് കഴിഞ്ഞ് താഴ്ന്നു വന്ന് കൃത്യമായ സ്ഥലം ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ബോംബിങ് തുടങ്ങും. അങ്ങനെ ആ സ്ഥലം മുഴുവൻ ബോംബിങ് തുടങ്ങും. അത് ബോംബിങ് കഴിഞ്ഞിട്ടൊരു 10 മിനിറ്റോടുകൂടി ആശുപത്രികളിലേക്ക് ഇങ്ങനെ പ്രവാഹം തുടങ്ങും. മരിച്ച ആൾക്കാരെല്ലാവരും ആദ്യം എത്തുന്നു, പരിക്കേറ്റ ആൾക്കാരെത്തുന്നു. കുട്ടികൾ ഏറ്റവും ദുരിതം പിടിച്ചതാണ്. നമ്മൾ ഈ കുട്ടികൾ, ചെറിയ കുട്ടികളൊക്കെ, മരിച്ച കുട്ടികളും അല്ലെങ്കിൽ മരിക്കാറാവുന്ന കുട്ടികളൊക്കെ വരുമ്പോൾ നമ്മൾ ചികിത്സ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ കയ്യിൽ കിടന്നങ്ങ് മരിക്കും. അങ്ങനെ ഒരു കാഴ്ച കാണുക വെച്ച് കഴിഞ്ഞാൽ വളരെ ദുരിതം നിറഞ്ഞൊരു കാഴ്ച. ഈ യുദ്ധത്തിലൊന്നും ഒരു വിധത്തിലും ഒരു പങ്കില്ലാത്ത ആൾക്കാരാണ് ഈ കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ അവർ മരിച്ചു വീഴും. പരിക്കേറ്റ ആൾക്കാരെ നമ്മൾ ചികിത്സിക്കാൻ ശ്രമിക്കും. ഓപ്പറേഷൻ ടേബിളിൽ നിരവധി മരണങ്ങൾ നടക്കും. അത് കഴിഞ്ഞ് രക്ഷപ്പെട്ട കുറച്ച് ആൾക്കാർ ബാക്കിയുണ്ടാവും. അവർക്ക് വേണ്ട ചികിത്സ കിട്ടാനായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാവുന്നില്ല, ഈ പറയുന്ന സർജിക്കൽ ഉപകരണങ്ങൾ ഉണ്ടാവുന്നില്ല. ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. എന്നിട്ട് അവിടെയാണെങ്കിൽ ഇപ്പോൾ വയറ്റിളക്ക രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസും ജിയാഡിയാസിസും കോളറയും ടൈഫോയിഡും ഒക്കെ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ഈ രോഗം കൊണ്ട് മാത്രമായിട്ട് ഏകദേശം 100,000-ഓളം പേരെങ്കിലും ഇപ്പോൾ അവിടെ രോഗം ബാധിച്ച് തന്നെ കഴിയുന്നുണ്ട്. എൻ്റെ ഒരു സംശയം, ഒരുപാട് കുട്ടികളും അതുപോലെ സ്ത്രീകളും അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവർക്കൊക്കെ ഈ അപകടം പറ്റിക്കഴിയുമ്പോൾ പരിക്കേറ്റ ആളുകൾക്കൊക്കെ ചികിത്സ എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നുണ്ടോ ശരിക്കും? അതോ അവരൊക്കെ തന്നെ പരിക്കേറ്റവരെ തന്നെ പിന്നീട് മരണത്തിലേക്ക് നീങ്ങുന്നതാണോ അവിടുത്തെ ചിത്രം?
പരിക്കേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കെട്ടിടങ്ങളിൽ മിക്കവാറുമൊക്കെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മുടെ ആശുപത്രി ഞാൻ അവിടെ ജോലി ചെയ്തത് അൽ അക്സ ആശുപത്രിയിലാണ് ജോലി ചെയ്തത്. മിഡിൽ ഗാസയിലെ അൽ അക്സ ആശുപത്രിയിലാണ് ജോലി ചെയ്തത്. അൽ അക്സ ആശുപത്രിയിൽ ഒരു കഴിഞ്ഞ ആഴ്ചയുടെ ഒരു തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഇതുപോലെ വൈകിട്ടായപ്പോൾ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. ഇത് നേരെ ഈ ഡ്രോൺ താഴ്ന്നു നടക്കുന്നതും ബോംബിങ് നടക്കുന്നതും എല്ലാം കാണാൻ പറ്റും, നമുക്കിത് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെയുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ അന്ന് സംഭവിച്ചത് 6ഓളം വലിയ വീടിൻ്റെ സമുച്ചയങ്ങളാണ് ഒരുമിച്ച് തകർന്നത്, ഈ ബോംബിങ്ങിൽ തകർന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും അതിന് കഴിയാറില്ല. കാരണം ഒരു പ്രാവശ്യം ബോംബിങ് നടത്തി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ബോംബിങ് ഉടനെ ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയാണ് ഇവർക്കെല്ലാം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോംബിങ് നടന്ന സ്ഥലത്തേക്ക് പോയിട്ട് ആളുകൾ എടുക്കാൻ പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ തെറിച്ച് പുറത്ത് വീഴുന്നവരോ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ കാണുന്നവരെ മാത്രമാണ് ആൾക്കാർ എടുത്തുകൊണ്ട് വരുന്നത്. ബാക്കി ഈ കെട്ടിടത്തിൻ്റെ തകർന്ന കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നവരോ ഇല്ലെങ്കിൽ അവിടെ പരിക്കേറ്റവരൊക്കെ ഒന്നും വാസ്തവത്തിൽ പ്രത്യേകിച്ച് ചികിത്സയൊന്നും ലഭിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പോയി അത് നോക്കിയാൽ മാത്രമേ പലപ്പോഴും ഒക്കെ അത് കാണാറുള്ളൂ. അങ്ങനെയുള്ളവരുടെ കണക്കുകളൊന്നും ലഭ്യമല്ല. ആൾക്കാർ പിന്നെ അകത്തോട്ട് പോകാൻ തന്നെ മടിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ ഈ ബങ്കറിലേക്ക്, അതായത് ഈ ഇവർ ഉണ്ടാക്കി വെച്ചുള്ള ഈ കെട്ടിടങ്ങളുടെ അടിയിലുള്ള തുരങ്കങ്ങൾ, ഗുഹകൾ, ബങ്കറുകൾ, ഈ സ്ഥലത്തേക്കൊക്കെ കടൽവെള്ളം അടിച്ചു കയറ്റി എന്നൊരു പരാതി കേട്ടിരുന്നു. സാധാരണ ഒരു പരിസ്ഥിതി വെച്ച് ആലോചിക്കുമ്പോൾ അത് വലിയ അപകടം പിടിച്ച കാര്യമാണ്. ഇതിനകത്ത് ഈ പലസ്തീനികളെ കൊലപ്പെടുത്തുക എന്നൊരു ചിന്തയല്ലാതെ ഇസ്രയേലികൾ അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കുന്നില്ല എന്ന പരാതി കൂടി വരുന്നു. ഡോക്ടറുടെ വ്യക്തിപരമായ അനുഭവം എങ്ങനെയായിരുന്നു? ഞാനിതുവരെ ഈ ബങ്കറുകൾ വാസ്തവത്തിൽ ഈ യൂറോപ്പിലെ കെട്ടിടങ്ങളുടെ ഒരു പ്രത്യേകത മാത്രമാണ്. ഈ ഏഷ്യയിലേക്ക് കെട്ടിടങ്ങളിലൊന്നും നമ്മളിങ്ങനെ ബങ്കറുകൾ അവർ യൂറോപ്പിൽ അങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വർഷങ്ങളായി അവിടെ യുദ്ധം നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ, ബോംബിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ, ഒന്നാം മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കഴിയുമ്പോഴേക്കും അവർ എല്ലാ വീടുകൾക്ക് താഴെയും ഒരു ബങ്കർ ഉണ്ടാക്കും, ഈ പറയുന്ന അത്യാവശ്യം ഇതുപോലെ ഒരു ഘട്ടത്തിൽ രക്ഷപ്പെടാനായിട്ട്. പക്ഷേ ഇവിടുത്തെ വീടുകളൊന്നും അങ്ങനെ, ഇത് കടലുമായി വളരെ അടുത്ത് നിൽക്കുന്ന പ്രദേശമാണ് പലസ്തീൻ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു കെട്ടിടത്തിനകത്തും നമ്മൾ ബങ്കറുകൾ സാധാരണ കാണാറില്ല. തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കാണുന്ന ആശുപത്രിയിലോ ഇല്ലെങ്കിൽ മറ്റുള്ള ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ ഓഫീസുകളിലൊന്നും ഞാൻ ഈ പറയുന്ന തുരങ്കങ്ങളായിട്ട് അങ്ങനെ ഉള്ളതായിട്ടൊന്നും നമുക്ക് അറിവില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പോൾ ബോംബിങ് നടക്കുന്നതിന് പ്രധാന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഇവർക്ക് ഒരു ഹമാസ് ആണെന്ന് സംശയമുള്ള ഒരാളുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള മുഴുവനും പ്രദേശവും അങ്ങ് ബോംബ് ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഹമാസ് ആണെന്ന് ധരിക്കുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ മരിക്കുന്ന ഈ പറയുന്ന 100 കണക്കിന് സ്ത്രീകളും കുട്ടികളും വയസ്സായവരും നിരപരാധികളായ ആൾക്കാരും ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതൊരു കാര്യം കൂടി, അതായത് ഡോക്ടർ ഈ യുദ്ധമുഖത്തൊക്കെ സഞ്ചരിച്ച ആളെന്നല്ലേ ഞാൻ ചോദിക്കുകയാണ്, ഈ യുദ്ധം ഈ അടുത്ത കാലത്ത് അങ്ങനെ തീരുമോ? ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന ഒരു സീസ് ഫയർ എന്ന് പറയുന്ന ഒരു ഫോൾസ് സീസ് ഫയർ ആയിട്ടാണ് എല്ലാവരും കരുതുന്നത്. കാരണം ഈ പറയുന്ന നോർത്ത് ഗാസയും മിഡിൽ ഗാസയും ഒക്കെ ഖാൻ യൂണിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവസാനമായിട്ട് ബോംബ് ചെയ്ത് തകർത്തിട്ടുള്ളത്. ഇനി ബാക്കി അവശേഷിച്ചിരിക്കുന്നത് ഈ എല്ലാവരും കൂടെ തിങ്ങിപ്പാർത്ത് നിൽക്കുന്ന ഈ റഫ എന്ന് പറയുന്ന സ്ഥലം മാത്രമാണ് വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ബാക്കിയുള്ളത്. അവിടെയും ഇടയ്ക്കിടയ്ക്ക് ബോംബിങ് നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെ ഇതുപോലെ തിരഞ്ഞു പിടിച്ചിട്ട് ഈ പറയുന്ന ബോംബിങ് നടത്താനുള്ള പരിപാടിയുടെ തുടക്കമായിട്ടാണ് വാസ്തവത്തിൽ ഈ സീസ് ഫയറിനെ എല്ലാവരും കാണുന്നത്. അപ്പോൾ അത് അവർ പറയുന്നുണ്ട്, നെതന്യാഹു പറയുന്നുമുണ്ട്, നമ്മൾ റഫ വീണ്ടും ബോംബ് ചെയ്യുന്നു. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗത്ത് ഗാസയിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ വീണ്ടും ഓടിച്ച് ഈ പറയുന്ന മിഡിൽ ഗാസയിലേക്കും നോർത്ത് ഗാസയിലേക്കും ഒക്കെ വീണ്ടും പലായനം ചെയ്യിക്കുകയാണ്. അതായത് നിരന്തരമായിട്ടുള്ള പലായനം മാത്രമാണ് ഈ പലസ്തീനികളുടെ ജീവിതത്തിനകത്ത് ആകെ ഉള്ളത്. ഈ 47 കിലോമീറ്റർ സ്ട്രിപ്പിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെയും സ്ത്രീകളെയും ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട് ഓടി നടക്കുന്ന
ജീവനും പേടിച്ച് ഓടി നടക്കുന്ന ഒരു ജനത മാത്രമായിട്ടാണ് അവർ മാറുന്നത്. അപ്പോൾ അവർ അടുത്ത പലായനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അവരവിടെ നിന്ന് ഓടിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവുക, റഫേൽ വീണ്ടും ബോംബിംഗ് നടത്തുക, അങ്ങനെയുള്ളൊരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് താൽക്കാലികമായിട്ടൊരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇപ്പോൾ അവിടുത്തെ ഈ ഒരു എന്താ പറയുന്ന ജനോസൈഡ് എന്നതിന് അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറയേണ്ടി വരും. ഒരു ജനോസൈഡിനെ കാട്ടി വളരെ ക്രൂരമാണ് ഇതിപ്പോൾ. ഓരോ മനുഷ്യർക്കും അറിയാം അവർ ഏത് നിമിഷവും മരിക്കുമെന്ന്. അപ്പോൾ അതിനെക്കാട്ടിയും ഈ പറയുന്ന ഒരു ജനോസൈഡിലേക്ക് ഒരു ജനതയെ മുഴുവൻ തള്ളിവിട്ടുകൊണ്ട് ലോകം മുഴുവൻ ചുറ്റും നിന്ന് അത് കണ്ടുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയോ ഇല്ലെങ്കിൽ രസിക്കുകയോ ചെയ്യുന്നൊരു അവസ്ഥയാണ് വാസ്തവത്തിൽ എനിക്ക് അവിടെ കാണാൻ കഴിയുന്നത്. താങ്ക് യു ഡോക്ടർ എസ് സന്തോഷ് കുമാർ. ഇത്ര നേരം താങ്കൾ എന്നോട് സംസാരിച്ചത് വളരെ സന്തോഷം.